നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനും, അതായത് മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കാനും ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാനും അടി നടന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ CPM അടിയാണ് ചർച്ച ചെയ്തതെങ്കിൽ ഇതാണ് കോൺഗ്രസിലേക്ക് പോവുകയാണ്. അപ്പോൾ CPM ചലനങ്ങൾ നിലയ്ക്കുന്നില്ല. CPM സൈബർ ആക്രമണം സ്വന്തം നേതാക്കൾക്കെതിരെ വരാം. നമുക്ക് ആദ്യം ഈ മുഖ്യമന്ത്രിയുടെ കോൺഗ്രസിലേക്ക് പോകാം. ഏതായാലും കേന്ദ്ര നിരീക്ഷകന്മാര് വന്നു, ഇന്ദിരാഭവനിലും എത്തി. അവര് എല്ലാ MLA-മാരുമായി അവർ കൂടിക്കാഴ്ച മൊഴിയെടുപ്പാണ്. അത് മുമ്പൊരിക്കൽ ഇതുപോലെ വന്നപ്പോൾ ഞാൻ ഒരിക്കൽ അറിയാവുന്ന ഒരു MLA ചോദിച്ചത്, എന്താണ് ഒരു നിങ്ങൾ ചർച്ചയൊന്നുമില്ല, വന്നറ പേര് പറയാണല്ലോ, ആരെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, അത് ഞാൻ എഴുതി അങ്ങ് പോവാം. അതല്ലാതെ പിന്നെ ചർച്ച പന്ത് ഖാർഗെയുടെ കോർട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഞായറാഴ്ചയോ മറ്റോ അദ്ദേഹം പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് ദിവസം വ്യാഴാഴ്ചയല്ലേ. എന്തായാലും ഉദ്വേഗത്തിന്റെ മുൾമുനയിലേക്കാണ് പോകുന്നത്. നമുക്ക് ആ നേതാക്കളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. KC വേണുഗോപാൽ പറയുന്നത് 40 പേരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. പരസ്യമായിട്ട് പറയുന്നില്ല, വെളിപ്പെടുത്തിയത് മാധ്യമങ്ങൾ പറയുന്നതാണ്. KC വേണുഗോപാൽ രേഖാമൂലം പറഞ്ഞതോ ഞങ്ങൾ കേട്ടതോ ഒന്നുമല്ല, ഇവിടുത്തെ മാധ്യമങ്ങളിൽ കണ്ട കാര്യമാണ് പറഞ്ഞത്. 40 പേരുടെ പിന്തുണ അദ്ദേഹം പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും ഏതാണ്ട് 25 പേരുടെ പിന്തുണയൊക്കെ അവകാശപ്പെടുന്നുണ്ട്. VD സതീശൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ തനിക്ക് മന്ത്രിസഭയിലേക്ക്. ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. VD സതീശന്റെ സ്വഭാവത്തിന് അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പൊ അതിനിടയ്ക്ക് ഒരുപാട് കരക്കമ്പികൾ പരക്കുന്നുണ്ട്. വേണുഗോപാലിനെ ഒഴിവാക്കാൻ വേണ്ടി സതീശനും ചെന്നിത്തലയും കൂടെ കുറുമുന്നണി രൂപീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. വിശ്വാസയോഗ്യമല്ല, വാസ്തവമല്ല എന്ന് തന്നെയാണ് നമ്മുടെ വിചാരം. എന്താണെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് ഒരു വലിയ എന്താ പറയുക, ഇതിലേക്ക് പോകണം, അനിശ്ചിതത്വത്തിലേക്ക് പോകണം. കാരണം നമ്മളെ ശരിക്കും പറഞ്ഞാല് കേരളത്തിലെ ഈ കഴിഞ്ഞ 10 വർഷം നീണ്ടുനിന്ന ഈ പിണറായിയുടെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വിധി എഴുതി. കോൺഗ്രസ്സുകാർ മാത്രമല്ല, ജനങ്ങൾ വിധി എഴുതിയ CPM-കാർ വിധി എഴുതി. ഏറ്റവും കൂടുതൽ വിധി എഴുതിയ CPM-കാർ. വോട്ടിംഗ് പാറ്റേൺ സ്വാക്കളോടത്തെങ്കിലും നിങ്ങൾ നീതി പാലിക്കണം. അതെ, അതായത് ഈ പിണറായി എന്ന് പറയുന്ന ദുർഭൂതത്തെ ഒഴിപ്പിച്ചു വിടാൻ വേണ്ടി നടത്തിയ പിന്നെ ഒരു യജ്ഞമാണ്. അപ്പൊ ഇന്ന് തന്നെ നമുക്കറിയാം, ഇന്ന് തന്നെ നമ്മൾ നോക്കുക. ഇന്ന് മനോരമയുടെ പത്രത്തിൽ ഒരു വാർത്ത വന്നു. ആ വാർത്തയെല്ലാം നിഷേധിച്ച് പല ആൾക്കാരും രംഗത്ത് വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളെ വലിയ നടുക്കുന്ന ഒരു വാർത്തയാണ്. പിന്നെ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള ശ്രമം അരിയാണ്. ഷ്രെഡ്ജിങ് മെഷീൻ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ പീസാക്കി അരിഞ്ഞ് ചാക്കിൽ വാരി കെട്ടി ആക്രി വിലയ്ക്ക് കൊടുക്കാനുള്ള നീക്കമാണ്. അവർക്ക് എന്ത് ഫയലാണ്, ഏത് ഫയലാണെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഈ ഫയലാണ് സാധാരണ സെക്രട്ടേറിയറ്റിലും മറ്റ് അത് ഞാൻ പറയാനിരുന്നാണല്ലോ. ഈ ഫയലിനെ ഡിലീറ്റ് ആയിരുന്ന സമയത്തായിരുന്നു നമ്മളെല്ലാവരും വാർത്ത കൊടുക്കുകയും ഇലക്ഷൻ കമ്മീഷന് പ്രതിപക്ഷ നേതാവ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പരാതി നൽകുകയും തുടർന്ന് നിർത്തുകയും ചെയ്തത്. അതെ, അപ്പൊ തീർത്തന്നെ അത് തന്നെയാണ്. ഇപ്പം എന്തിനാണ് തിരക്കിട്ട്, അതായത് എക്സിറ്റ് പോൾ വന്ന ദിവസം തൊട്ടാണ് ഈ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ മുറിയോട് ചേർന്നുള്ള മുറിയിലാണ് ഈ നശീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് ഒരു വശത്ത് നടക്കുമ്പോൾ ഇപ്പുറത്തെ വശത്ത് കോൺഗ്രസ്സുകാരുടെ അതെ. അപ്പൊ അവിടെ ഈ പിന്നെ അധികാരം ഒഴിഞ്ഞു പോകുന്നതിന് മുന്നോടിയായി നടത്തിയ കൊള്ളയുടെ തെളിവുകളൊക്കെ ഓരോന്നായിട്ട് നശിപ്പിക്കുകയാണ്. ഇതൊക്കെ ഫയൽ എഴുതി സൂക്ഷിക്കുകയായിരുന്നു. ഈ ഫയലിൽ പോയാൽ നശിപ്പിക്കാൻ കഴിയില്ല, ഡിലീറ്റ് ചെയ്ത് റിട്രൈവ് ചെയ്തെടുക്കാനുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് അത് നടക്കുകയല്ല. അത് മാത്രമല്ല, ഇതെല്ലാം രേഖകളാണ്. സെർവർ നശിപ്പിക്കാൻ കഴിയില്ല ഇവർക്ക് നശിപ്പിക്കാൻ കഴിയുന്ന അവിടെ ഇരിക്കുന്ന ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടറോ മോണിറ്ററോ ബാക്കി സാധനങ്ങളോട് ഇത് ശരിക്കും ഈ സോഫ്റ്റ്വെയറിനകത്ത് പിന്നെ സെർവറിലുള്ള ഡീറ്റെയിൽസ് ആയതുകൊണ്ട് മഴയിൽ ഇടിവെട്ടൊന്നും സംഭവിക്കുന്നില്ല. 2-3 ഇടിയങ്ങ് വെട്ടിയാൽ മതിയായിരുന്നു. നേരത്തെ എന്നും ഇടിവെട്ടിയ അല്ലെ ഷോർട്ട് സർക്യൂട്ട് വഴി പോകേണ്ട സാധനമാണ്. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അതിന്റെ ഭാഗമായിട്ട് പേപ്പർ വഴി നടത്തിയ കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഇപ്പം പേപ്പർലെസ് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പേപ്പർലെസ് ഓഫീസ് എന്നുള്ളതാണ് നമ്മുടെ നയം. അല്ല, ഇപ്പോഴും അതിന്റെ ആവശ്യമേ ഉള്ളൂ. കാരണം മുഴുവൻ കമ്പ്യൂട്ടർ വഴിയാണ് വരുന്നത്, കമ്പ്യൂട്ടറൈസ്. അപ്പൊ നമ്മളാണെങ്കിൽ പോലും നമുക്കൊരു ഏത് ഓഫീസിലും എല്ലാ ഓഫീസിലും ഇപ്പൊ തന്നെ KSRTC യാത്ര പോലും നമ്മൾ ഈ ടിക്കറ്റ് വഴിയാണ് പോകുന്നത്. കാരണം ബുക്ക് ചെയ്ത് അതിൽ കയറി പോകാൻ സാധിക്കും. അതെല്ലാം അങ്ങ് പോട്ടെ, KSRTC കാർഡ് തന്നിട്ടുണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ ഭീമന്റെ UPI ഒക്കെ ഉപയോഗിച്ചാൽ 3 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയുണ്ട്. അത് നമ്മൾ KSRTC ബസ്സിൽ കയറി ആദ്യം നടത്തുന്ന, ഇപ്പൊ നമ്മൾ 2 ബസ്സിൽ കയറുന്നു എന്ന് വിചാരിച്ചോളൂ. ആദ്യ ബസ്സിൽ കയറി കഴിഞ്ഞാൽ KSRTC ബസ് നമ്മൾ ആദ്യം കയറുന്ന ബസ്സിൽ
ആദ്യം അടയ്ക്കുന്ന പേയ്മെന്റിന് 3 രൂപ ക്യാഷ് ബാലൻസ്. അപ്പൊ കിഴക്കേക്കോട്ടയിൽ നിന്ന് പാട്ടത്തിറങ്ങാൻ 12 രൂപ കൊടുത്താൽ ഞാനിപ്പോ വട്ടപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് 17 രൂപ കൊടുത്തിട്ടാണ് ഡെയിലി. തിരിച്ചു പോകുമ്പോൾ പക്ഷേ ഈ ആനുകൂല്യം നമുക്ക് കിട്ടില്ല, ഒരു ദിവസം ഒറ്റ ഒരെണ്ണമേ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള യു പി ഐ വന്നതിന് എല്ലാവർക്കും വലിയ ഇപ്പൊ ചില്ലറയുടെ പ്രശ്നമില്ല, അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആധുനിക സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മനോഹരമായ ഫലപ്രദമായ ഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റാണ് കേരളം. അവിടെയാണ് ഈ ഫയലില് അവിടെയാണ് ഇപ്പോഴും കൈകൊണ്ട് ഫയൽ എഴുതുന്നത്, അല്ലെ കമ്പ്യൂട്ടറിൽ പ്രിന്റ് എടുത്ത് ഫയൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. ആ പേപ്പറുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് അന്വേഷിക്കേണ്ടത് ആരാണ്? പുതിയ സർക്കാരാണ്. പക്ഷെ പുതിയ സർക്കാർ എന്ന് നിലവിൽ വരുമെന്ന് ചോദിച്ചാൽ അതും ദുരൂഹമാണ്. കാരണം വലിയ അടിയാണ് നടക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടു, വലിയ രസകരമായ സീനുകളൊക്കെ ഒത്തിരി കാണുന്നുണ്ട്. തമിഴ്നാട്ടിലെ വിജയനും സത്യത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ 2 തവണ ഗവർണറെ പോയി കണ്ടു. അതെ, ഇവിടെ ഗവർണർ എന്ന് കാണും. നമ്മുടെ ഗവർണർ ഇവിടെ ഇല്ല, അതേ ചെന്നൈയിലാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട. ഇവിടുത്തെ തമ്മിലടിയൊക്കെ കഴിയുമ്പോൾ ഒരു സമയമാകും. അതുകൊണ്ട് അവിടെ സത്യപ്രതിജ്ഞയൊക്കെ നടത്തി വിജയിയെ വാഴിച്ചതിന് ശേഷം അദ്ദേഹം വരത്തുള്ളൂ. പക്ഷേ വിജയ് വരുന്നത് തടയാൻ BJP നേതൃത്വത്തിലും DMK ADMK നേതൃത്വത്തിലും വലിയ നീക്കം നടക്കുന്നുണ്ട്. പക്ഷേ വിജയിക്കില്ല. വിജയ്ക്ക് തന്നെയാണ് അന്തിമ വിജയം. വിജയോടെ ഇന്നിപ്പോ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് വിവരം അനുസരിച്ച് അയാളെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കുമെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം 2ാമത് പോയി കണ്ടിട്ടും അതിന് വലിയ ഫലമില്ല. അദ്ദേഹം ഡീറ്റെയിൽഡ് ലിസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുഴുവൻ പേരുടെയും പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം കോൺഗ്രസിന്റെ 5 സീറ്റ് കിട്ടി, ഒരു 112 ആകുന്നുള്ളൂ, തികയില്ല. ബാക്കി DMKയുടെ ഘടകകക്ഷികൾ ഒന്നടങ്കം ചേരുമെന്നാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഇത്രയും പേരുടെ പേര് കേവല ഭൂരിപക്ഷത്തിലുള്ള ആൾക്കാരുടെ പേര് അദ്ദേഹം കൊടുത്തു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഏതായാലും കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്ദിരാഭവനിൽ നിന്ന് വലിയൊരു ആൾക്കൂട്ടമായിരുന്നു, ഒരു ഉത്സവ പ്രതീതിയാണ്. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ MLA-മാരും കോൺഗ്രസ് MLA-മാരും ഇന്ദിരാഭവൻ നേരത്തെയുള്ള സിറ്റിംഗ് എംപിമാര് പിന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ VD സതീശനും KC വേണുഗോപാലും സംശയമുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തല എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അണികൾ മുഖേന നടത്തുന്ന പ്രചരണങ്ങളാണ്. അതായത് രാവിലെ രസകരമായ സംഭവം. ഞാൻ രാവിലെ വീട്ടിൽ TV വാർത്ത കാണുമ്പോൾ, ഏഷ്യാനെറ്റ് വാർത്ത കാണുമ്പോൾ ഒരു പെട്ടിയോട്ടം വന്ന് നിൽക്കുന്നു. ലൈവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ലൈവിൽ പെട്ടിയോട്ടം വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് ഒരു 3-4 വലിയ കൂറ്റൻ ഫ്ലക്സുകൾ KC വേണുഗോപാലിന് ഓരോന്നരത്ത് പുറത്ത് വെച്ച് കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഒന്നില്ല, ഞാൻ നോക്കുമ്പോൾ താഴോട്ട് വരുമ്പോൾ വേറെ നേതാവിന്റെ ചെറിയ നിലയുണ്ട്. അതെ, ഇത് അദ്ദേഹം കായംകുളത്ത് മുഖ്യമന്ത്രിയാണ്, മണ്ഡലം പ്രസിഡന്റാണ്. സ്പോൺസർ ചെയ്തതാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ് ആണ് പാർട്ടി. അദ്ദേഹത്തിന്റെ സ്വന്തം തല ഒട്ടിച്ച് വെച്ചില്ലെങ്കിലേ ഇത് കുറച്ച് ഞാനാണ് വെച്ചതെന്ന് പറയും. ഇപ്പൊ അതിനിടയ്ക്ക് നമ്മൾ പറയാം, മുഖ്യമന്ത്രി ചർച്ച നമുക്ക് പറയുന്നതിന് മുമ്പ് ഘടകകക്ഷികളൊക്കെ അവരുടെ മന്ത്രിമാരെയൊക്കെ ഏകദേശം നിശ്ചയിച്ചിട്ടുണ്ട്. ഷിബു ബേബിയോണാണ് RSPയുടെ മന്ത്രി. അത് നമുക്ക് പിന്നെ നേരത്തെ അറിയാവുന്നതാണ്. പിന്നെ ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിമാരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് അപ്പുവാണ്, ഒന്ന് മോൻസാണ്. അപ്പം അത് PJ ജോസഫ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനൊപ്പം തന്നെ PJ ജോസഫ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയായിട്ട് ആരെ തെരഞ്ഞെടുക്കണമെന്ന് ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ ഞങ്ങളൊരു അഭിപ്രായം പറയും. ആ അഭിപ്രായം ചോദിക്കുമല്ലോ, ഇന്നുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് ശേഷമായിരിക്കും. അതെ, മുസ്ലിം ലീഗ് നിലപാട് നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഘടകകക്ഷി ഒരാളോ എത്ര പേര് തോറ്റു? 2 പേരും കണ്ടു തോറ്റു. പിടിച്ചു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ 5 മന്ത്രിമാരെ ചോദിക്കും. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ അവർ അഭിപ്രായം പറയാം. അവരുടെ അഭിപ്രായം നമുക്കറിയാം, ഓൾറെഡി സതീശനാണ്. ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ അറിയില്ല. പക്ഷേ കോൺഗ്രസിനെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഘടകകക്ഷികളും അവരുടെ നിലപാട് നിർണായകമായി മാറും ഇക്കാര്യത്തിൽ. അതെ, ഇവർ രണ്ടും. അതെ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും മുസ്ലിം ലീഗ്. മാത്രമല്ല RSP ഇപ്പം 3-4 പേരുണ്ട്. അവർക്ക് 4 പേരോട് RSP പഴയ പോലെ അല്ല. അതൊരു 3 പേര് ഇവിടെയും, ഒരാളങ്ങ് പയ്യന്നൂരിൽ അവർ RSP സ്വതന്ത്രനാണ്. പിന്നെ അങ്ങനെ വരുമ്പോ പിന്നെ മുതിർന്ന നേതാവായിട്ടുള്ള സുധാകരന്റെ അഭിപ്രായം തേടിക്കൂടായികയില്ല. പിന്നെ വന്നാണെങ്കിൽ പോലും ഒരു അഭിപ്രായം പുള്ളിയോട് ചോദിക്കുന്നതിനകത്ത്. പക്ഷേ അത് എത്രത്തോളം നടക്കും എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും ശരി, VD സതീശന് ഒപ്പമായിരിക്കും മുസ്ലിം ലീഗ് നിലയുറപ്പിക്കുക. KC വേണുഗോപാലിനൊപ്പമായിരിക്കും ഭൂരിഭാഗം MLA-മാരും. ഉറപ്പാണല്ലോ. നേരത്തെ 52 MLA-മാരെന്ന് KC വേണുഗോപാലിനൊപ്പം പറഞ്ഞ് ഇപ്പൊ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 40-ന് മുകളിൽ എന്നൊരു സംഖ്യയാണ് ഇപ്പം പുറത്തു വരുന്നത്. ചെന്നിത്തല പറയുന്നത് 25-ന് മുകളിൽ. ഓരോരുത്തരുടെയും നമുക്ക് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ പറയാം, VD സതീശനാണ് സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചയാള് VD സതീശൻ. KPCC പ്രസിഡന്റ് പോലും നിഷ്പ്രഭനായിപ്പോയി. കാരണം VD സതീശൻ സ്വന്തം മണ്ഡലം പോലും കളഞ്ഞിട്ടാണ് കേരളം മുഴുവൻ ഓടി നടന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ എറണാകുളത്ത് ഏറ്റവും ഭൂരിപക്ഷം കുറവുള്ള സ്ഥാനാർത്ഥിയാണെന്ന് ഒരു രീതിയിൽ പറയുന്നുണ്ട്. 20,000 വോട്ട്, 20,000 സംതിങ് വോട്ട് കേരളം നയിച്ചതാണ്. എന്താ പറയുന്നത്, പ്രചാരണം നയിച്ച ഒരാളാണ്. അപ്പൊ സതീശനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോപ്പുലാരിറ്റി സതീശനാണ്.
സത്യമാണത്. MLA-മാരുടെ എണ്ണമോ MP-മാരുടെ എണ്ണമോ പാർട്ടിക്കുള്ളിലെ പിന്തുണയോ ഒന്നുമല്ല, ജനകീയ പിന്തുണ സതീശൻ. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ അതൊരു ഘടകമായി തന്നെ നമ്മൾ കണക്കാക്കണം. ഈ നമ്മുടെ അതായത് ഞാൻ മുമ്പേ നമ്മൾ കൊടുത്ത ഒരു സ്റ്റോറിയുടെ അടിയിൽ ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്, UDF അധികാരത്തിൽ വന്നാൽ സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ UDF ചെയ്ത വോട്ട് തിരിച്ചു തരണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ്. അതുപോലെ നമ്മൾ നോക്കുന്ന സോഷ്യൽ മീഡിയ മുഴുവൻ പരിശോധിക്കുമ്പോൾ ഈ PR വർക്ക് നമുക്കറിയാമല്ലോ, അതല്ലാതെ പൊതുവായിട്ട് പൊതുജനങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്. അത് ഇവർ ശ്രദ്ധിക്കണം. നമ്മുടെ പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെയും ചർച്ചകളുടെയും അടിയിൽ വരുന്ന കമന്റ്സ് ഈ നേതാക്കന്മാർ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. നമ്മുടെ സർവേ എന്തുകൊണ്ടാണ് വിജയമായി? മറുനാടൻ നടത്തിയ സർവേ ഇക്കുറി വിജയമായി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഗ്രൗണ്ട് ലെവലിൽ പോയി അന്വേഷിക്കുന്നു. അതിനൊപ്പം തന്നെ നമുക്ക് വരുന്ന ഫീഡ്ബാക്ക്, നമ്മുടെ വാർത്തകളുടെ അടിയിൽ വരുന്ന ഫീഡ്ബാക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ചാനലിനെ പോലെയല്ല, ഒരു എന്താണ് ഓൺലൈൻ ചാനലിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അപ്പോൾ ആ നിമിഷം അതിന്റെ കമന്റുകൾ വരുന്നുണ്ട്. നമ്മളെ ഓരോ വാർത്തകളുടെ അടിയിൽ ഇപ്പം ചാനലുകൾ ഇടുന്നതാണെങ്കിലും മറുനാടൻ ഇടുന്നതാണെങ്കിലും ആരിടുന്ന ഏതെങ്കിലും അറിയപ്പെടാത്ത യൂട്യൂബർ ഇടുന്ന ഇതാണെങ്കിൽ പോലും ഇതിനടിയിൽ വരുന്ന കമന്റുകളിൽ ഭൂരിപക്ഷവും സതീശനൊപ്പമാണ്. സതീശനെ മുന്നിൽ കണ്ടു. സതീശന്റെ ഒരു പ്രതീക്ഷയുണ്ട് ജനത്തിന്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവർ നടത്തിയ കള്ളത്തരങ്ങളും കൊള്ളകളും അഴിമതികളും അക്രമങ്ങളും എല്ലാം അന്വേഷിക്കണമെന്നുള്ള ഒരൊറ്റ മൂച്ചിനാണ് ജനങ്ങൾ നിൽക്കുന്നത്. മാത്രമല്ല ഈ വൃത്തികേട് കാണിച്ച ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചു കെട്ടാനും അതുപോലെ ഇവർ കാണിച്ചു കൂട്ടിയ തോന്നിയവാസങ്ങൾ ഓരോന്നേരം പുറത്തു കൊണ്ടുവരാനും ഒക്കെ വളരെ ശക്തമായ നിലപാടുള്ള ഒരാൾ വേണം. അതല്ലാതെ ഇവർ കോംപ്രമൈസ് ചെയ്ത് പോകുന്നതല്ല ജനങ്ങൾ ഇഷ്ടം. അതാണ് അവിടെയാണ് ഇതിന്റെ എന്താ നമ്മൾ പറയുന്നത്, ഇതിന്റെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം വരേണ്ടത്. ഖാർഗെ ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഈ മാക്കാൻ ദീപ്ദാസ് മുൻഷി പോലുള്ള നിരീക്ഷകരാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ടത് ആ നാട്ടിലെ പൾസ് മനസ്സിലാക്കും. ഇവരിപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഈ കേന്ദ്ര നിരീക്ഷകരൊക്കെ വരുമ്പോൾ നോക്കുമ്പോൾ ചുറ്റിനും ഫ്ലക്സ് ബോർഡുകളാണ്. ഈ നേതാക്കളുടെ ഫ്ലക്സ് ഒരു കാര്യമില്ല ഫ്ലക്സ് ബോർഡിൽ. ഇപ്പം നമുക്കറിയാം KC വേണുഗോപാൽ വന്നാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് ഒറ്റ ക്ലെയിമാണുള്ളത്, അദ്ദേഹം ഫണ്ട് ലഭ്യമാക്കി. അപ്പൊ ഫണ്ട് ഞാൻ എന്നാ ഫണ്ട് കൊണ്ടുവരാം, എന്നെ മുഖ്യമന്ത്രിയാകണം. മാന്നാർ മത്തായി സിനിമയിൽ മത്സരിച്ചാൽ മതിയായിരുന്നല്ലോ, ഈ ലോക്സഭയിൽ അല്ല, മാന്നാർ മത്തായി സിനിമയിൽ ഞാൻ നായികയെ കൊണ്ടുവരുമ്പോൾ ഞാനല്ലയോ നായകനാകണ്ടെന്ന് മുകേഷ് പറയുന്ന പോലെ, അല്ലാതെ എടാ വില്ലനാണോ നായികയെ കൊണ്ടുവരുന്നത്? നായികയെ കൊണ്ടുവരുന്നവൻ നായകൻ, അപ്പൊ നീ വില്ലൻ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ KC വേണുഗോപാൽ പറഞ്ഞാൽ ഞാൻ ഫണ്ടുമായിട്ട് വന്നു, ആ സ്ഥിതിക്ക് ഫണ്ട് ചെലവാക്കി എനിക്ക് മുഖ്യമന്ത്രി. അല്ല, അതിലൊരു വലിയ വിചിത്രകാരമുള്ളത് KC വേണുഗോപാലിന്റെ യോഗ്യത നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ സർവ്വതാ യോഗ്യം തന്നെയാണ്. പക്ഷേ 2 ബൈ-ഇലക്ഷൻ നടത്തേണ്ടി വരും. 2 ബൈ-ഇലക്ഷൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ജനങ്ങൾക്കിടയിൽ അത് തന്നെ തിരിച്ചടിയാവും. ആ ബൈ-ഇലക്ഷനിൽ തന്നെ തിരിച്ചടിയാവും. ആലപ്പുഴ ഇപ്പം അദ്ദേഹം പിടിച്ചെടുത്ത വിജയിച്ച പാർലമെന്റ് സീറ്റാണ്. ഇപ്പം ഇരിക്കൂർ ആയിരിക്കും മത്സരിക്കാൻ സാധ്യതയുള്ള, വേറെ എങ്ങും മത്സരിക്കാനായിട്ട് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇരിക്കൂർ മത്സരിക്കും. ഇപ്പൊ ഈ 2 മത്സരിക്കുമ്പോൾ ആലപ്പുഴ തോറ്റുപോയാലും അപ്പൊ ജനഹിതം അയാൾക്ക് എതിരാണെന്ന് മനസ്സിലായി. ഈ സാഹചര്യത്തിൽ അയാൾ തോറ്റുകൂടായില്ല. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ വളരെ ബുദ്ധിപൂർവ്വമാണ് വോട്ട് ചെയ്യുന്നത് ഇത്തവണത്തെ നിയമസഭ. കാരണം സോഷ്യൽ മീഡിയ ഇത്രത്തോളം സ്വാധീനിച്ച ഒരു തെരഞ്ഞെടുപ്പ്. അല്ലെങ്കിൽ തലപ്പറമ്പിലും പയ്യന്നൂരും തോക്കില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും അറിഞ്ഞു CPM ഇവിടെ എന്താണ് കാട്ടിക്കൂട്ടുന്നത്. CPM-ന്റെ സഖാക്കൾ കൈയിട്ട് വരുന്നതും ചക്കരക്കുളത്തിൽ കൈയിട്ട് വരുന്ന അക്കുന്നതും എല്ലാം ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലായി. പിണറായി വിജയൻ കാണിച്ചു കൂട്ടുന്ന ധാർഷ്ട്യം, പിണറായി വിജയന്റെ ഒറ്റ ഡയലോഗ് കാരണമാണ് ഈ ഭരണം പോലും പോയി കിട്ടി. പിണറായി വിജയൻ എന്ന വിഗ്രഹം ഉടഞ്ഞ് തകർന്ന് താഴെ വീണ് കിടക്കുന്നത് ജനം തകർത്തു. എന്താണ്, അവർ മടുത്തു. അവർ ഈ ആവർത്തിച്ച് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇയാളുടെ തള്ളു കേട്ട് മടുത്തു. അയാൾ ഇല്ലായിരുന്നെങ്കിൽ കേരളം പ്രളയത്തിൽ മുങ്ങിപ്പോയനോ എന്നാണ്. അല്ല, അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇനി 2 ബൈ-ഇലക്ഷനും കൂടെ കേരളം നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് 102 പേരുടെ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരേണ്ട ഒരു സർക്കാർ, അവരിനി ഒരാൾക്ക് വേണ്ടി 2 ബൈ-ഇലക്ഷൻ നടത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് രമേശ് ചെന്നിത്തലയുടെ ക്ലെയിം നമുക്ക് അംഗീകരിക്കും. കാരണം മുതിർന്ന നേതാവാണ്. മുമ്പ് 2016 മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കച്ചമുറുക്കിയ ആളാണ് അല്ലെ. 2016 അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. അന്ന് അദ്ദേഹം ഇതുപോലെ സതീശൻ പറഞ്ഞ പോലെ എനിക്ക് ഒന്നുകിൽ ഉപമുഖ്യമന്ത്രിയാകണം അല്ലെങ്കിൽ എനിക്ക് ആഭ്യന്തരം കിട്ടും. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം KPCC പ്രസിഡന്റായിട്ട് മാറി നിൽക്കുകയായിരുന്നു അല്ലെ. പിന്നീട് അപ്പൊ എന്താ, ആഭ്യന്തരം വന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്, ഉമ്മൻചാണ്ടിയുടെ കയ്യിലാണ്. അന്നാണ് ഈ സരിത കേസ് വരുന്നതോടെയാണ്
അദ്ദേഹം ആഭ്യന്തരം ഒഴിയുന്നു. അത് വിജിലൻസിൽ ഇദ്ദേഹത്തിനെതിരെ പരാമർശം തിരുവഞ്ചൂരിന്റെ കയ്യിലേക്ക് വകുപ്പ് തിരുവഞ്ചൂർ വന്നത് കാരണമാണ് ടി പി കേസിലെ പ്രതികളെ എന്തായാലും അറസ്റ്റ് ചെയ്തു. പിന്നെ അതിന്റെ പുറകെയാണ് ഈ വരുന്നത്, ഏതാ ഈ സരിത വിഷയം വരുന്നത്, സോളാർ വിഷയം വരുന്നത്. അപ്പൊ അതിനുശേഷം രമേശ് ചെന്നിത്തല ഉടനെ പെട്ടെന്നൊരു നീക്കത്തിലൂടെ ആഭ്യന്തരമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കുന്നു. അപ്പോൾ തന്നെ ഇത് രണ്ട് തലത്തിലേക്കൊക്കെ മാറും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രത്യേകത, അദ്ദേഹം കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ചു വന്നിരുന്ന നേതാവാണ്. അതെ, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണ്. ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല ആവണം, അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ജനത്തിന്റെ ഹിതം വി ഡി സതീശൻ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ 82 അദ്ദേഹം ആദ്യം MLA ആവുന്നു. അദ്ദേഹം KSU പ്രസിഡന്റ് ആയിരുന്നു, NSUവിന്റെ പ്രസിഡന്റ് ആയിരുന്നു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ആയിരുന്നു, അതുപോലെ പിന്നെ AICC സെക്രട്ടറി ആയിരുന്നു. അതിനെ പറ്റിയും പറയാം, എത്രയോ സംസ്ഥാനങ്ങളുടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം KPSC പ്രസിഡന്റായി ഇങ്ങോട്ട് വന്ന് അബദ്ധമായി പോയെന്നാണ് തോന്നുന്നത്. അതെ, അതാണ് നമ്മൾ പറയേണ്ട ഒരു കാര്യം. അത് ശരിയാണ്. അപ്പൊ ഈ ശരിക്കും ഇതിനകത്ത് ഇവര് രണ്ടിൽ ആരെങ്കിലും ആയാൽ, സതീശനായില്ലെങ്കിൽ ചെന്നിത്തല ആയാൽ പോലും ജനത്തിന് അത്രയും ഇത് വരില്ല. പക്ഷെ ഈ KC വേണുഗോപാൽ വരുന്നതിനെ ജനം ശക്തമായി, അത് KCയോടുള്ള വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല. 2 ബൈ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു അത് ആളുകൾക്ക് മുന്നിൽ, കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് മുന്നിൽ നമ്മൾ വെഡിവേഷം കെട്ടും പോലെ പോയി, വോട്ട് ചെയ്താൽ മുഴുവൻ പറ്റും പോലെ പോകും. ഇത്രയും പേര് ഇലക്ഷൻ മത്സരിക്കുന്നു, ഇവരൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു, ഇവരിൽ യോഗ്യരായ 2 പേരും ഉണ്ടെന്തായാലും സീനിയറേഴ്സ്. അല്ലെ, നിയമസഭാ കക്ഷി നേതാവിനെ നിർണയിച്ചുകൊണ്ട് പിന്നെ AICC പുറത്തിറക്കുന്ന ഈ പത്രക്കുറിപ്പിന്റെ അടിയിൽ അല്ലെ ഉത്തരവിന്റെ അടിയിൽ ഒപ്പിടേണ്ടത് KC വേണുഗോപാലാണ്. എന്നെ ഞാൻ മുഖ്യമന്ത്രിയെ നിയമിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് അദ്ദേഹത്തിന് ഒപ്പിടാൻ സാധിക്കൂ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2 പേര് ഇവിടെ ഉണ്ട്. ഇത് അധിക ബാധ്യത ജനത്തിന്റെ തലയിലേക്ക് വെക്കരുത്. KC വേണുഗോപാൽ ഇപ്പം നമുക്ക് ക്ലെയിം ചെയ്യാമായിരുന്നു, ബാക്കി 4 സ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ 4 സ്റ്റേറ്റിന്റെയും ചുമതല ഇദ്ദേഹത്തിനുണ്ട്, സംഘടനാ ചുമതല. ഇവിടെ എവിടെയെങ്കിലും ഒരിടത്തുകൂടി ഭരണം പിടിക്കുമോ, ഒരു 50 സീറ്റ് നേടുക? ബംഗാളിന്റെയും തമിഴ്നാട്ടിലേക്ക് അവസ്ഥ കണ്ടില്ലേ? തമിഴ്നാട്, ബംഗാൾ, ആസാം, പുതുച്ചേരി എന്താണുള്ളത്? ഒന്നുമില്ല. മുന്നണിക്ക് പോലും നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ പിന്നെ ഇവിടെ ഇപ്പൊ നിലവിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 2 MLA-മാരിൽ ഒരാള് മുഖ്യമന്ത്രി. എന്റെ അടുത്ത് ഇന്നലെ കഴിഞ്ഞ ഒരാൾ സംസാരിക്കുമ്പോൾ ചോദിക്കുക, മതപ്രവർത്തനം അല്ല എത്ര ചോദിക്കുക, അല്ല എനിക്ക് സംശയമുള്ളത്, ഇവിടെ KPSC പ്രസിഡന്റ് എന്ന ഒരാളുണ്ട്, സാധാരണ ഇതിൽ തെരഞ്ഞെടുപ്പ് അഭിപ്രായമില്ല, പുള്ളിക്ക് അഭിപ്രായമില്ലേ, പുള്ളിക്ക് ക്രെഡിറ്റ് ഇല്ലേ, ഇതെല്ലാം AICC ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ദേശീയ തലത്തിൽ ബാക്കി 3 സംസ്ഥാനത്ത് അങ്ങോട്ടൊന്നും പോയില്ലായിരുന്നു, ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇവിടുത്തെ ക്രെഡിറ്റ് ആര് കൊണ്ടുപോയി? സതീശൻ കൊണ്ടുപോയി. സതീശനാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. 2006 VS-ന് സീറ്റ് നിഷേധിച്ചപ്പോഴുണ്ടായ ഒരു ജനകീയ പ്രതിഷേധം ഉയർന്നല്ലോ അന്ന്. ഒരുപക്ഷെ അതുപോലെ എങ്ങാനും ഒരുപക്ഷെ സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത തള്ളികളയാൻ കഴിയില്ല. അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, അപ്പോൾ നാട്ടുകാർ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ 2 പേരിൽ നിന്നൊരു മുഖ്യമന്ത്രി വരിക. ഇപ്പൊ സതീശനാണ് ജനത്തിന് താല്പര്യം. ഇനി അഥവാ രമേശ് ചെന്നിത്തല ആണെങ്കിൽ പോലും അവർ ക്ഷമിക്കും. പക്ഷേ KC വേണുഗോപാലാണെങ്കിൽ അതുകൊണ്ടാണ് MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ട്, സമ്മതിക്കുന്നു. KC വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു, അദ്ദേഹം ഒരു ജയിച്ചൊരു MLA ആയിരുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട, അദ്ദേഹം ആകട്ടെ മുഖ്യമന്ത്രി. കാരണം AICC ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയാണ്, ആളുടെ യോഗ്യതയുണ്ട്. പിന്നെ സീനിയോറിറ്റിയെ കുറിച്ച് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കാണ് ഇപ്പൊ ശരിക്കും മുഖ്യമന്ത്രിയായ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ്. കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവ്, കേരളത്തിലുള്ള ജീവിച്ചിരിക്കുന്നവരിൽ AK ആന്റണി ഉണ്ട്. അതിനുശേഷം വന്ന് നോക്കിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമൊന്നല്ല, അദ്ദേഹത്തിന് സഹഭാരവാഹികളായിരുന്നവരെല്ലാവരും തന്നെ ഭൂരിപക്ഷം പേരും പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയായിരുന്നു, ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. അദ്ദേഹം അതായില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ളതെന്ന്. നമ്മളൊരു സാരി ശ്രദ്ധിക്കുക, മമതാ ബാനർജി ഇപ്പൊ അവരെ കസേര തെറിച്ചെങ്കിലും രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിരുന്ന സമയത്ത് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. വെസ്റ്റ് ബംഗാൾ അവർ 3 തവണ മുഖ്യമന്ത്രിയായി, കേന്ദ്ര റെയിൽവേ മന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്തു. പക്ഷേ രമേശ് ചെന്നിത്തല ഒരിക്കലും കേന്ദ്രത്തിലെ മന്ത്രി ആയിരുന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു വശം. ഇതിന് മുഖ്യമന്ത്രി ആവാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്. പിന്നെ സീനിയോറിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഒരു രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ആലോചിക്കരുത്, രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 1986 അന്ന് അദ്ദേഹം മന്ത്രിയാകുമ്പോൾ 29 വയസ്സ് മാറ്റേ ഉള്ളൂ. പക്ഷെ അന്ന് സീനിയോറിറ്റി തെന്നല വാരഷ അവിടെ ഉണ്ടായിരുന്നു. തെന്നലെ ഒഴിവാക്കിയിട്ടാണ്, സീനിയറിനെ ഒഴിവാക്കിയിട്ടാണ് രമേശ് ചെന്നിത്തല അന്ന് മന്ത്രിയാക്കിയതെന്നുള്ള സത്യമാണ്. എന്നാൽ പോലും ഓക്കെ, അത് ഒരു ചെറുപ്പക്കാരൊരു പ്രാതിനിധ്യം കൊടുത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തെന്നല വളരെ സൗമ്യനും ഈ എന്താണ് ഈ പ്രതിഷേധത്തിന് ഇറങ്ങാത്ത വളരെ സ്വാർത്ഥകനായ മനുഷ്യനായതുകൊണ്ട്. പക്ഷെ അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. എങ്കിൽ പോലും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ നേതാവ് തന്നെയാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ വലിയ നേതാവാണ്. ഞങ്ങൾ ഒരിക്കലും വർഷങ്ങൾക്ക് മുമ്പ് 2001 ഞങ്ങൾ കൊച്ചിയിൽ ജോലിയുടെ സമയത്ത് ഞങ്ങൾ ഡൽഹിയിൽ പോയി, മാധ്യമപ്രവർത്തകരാണ്. പോയപ്പോൾ ഞങ്ങൾ AICC ഓഫീസിൽ പോയി, പിന്നെ അതുപോലെ BJP ഓഫീസ് എല്ലായിടത്തും പോയി കണ്ടു. അങ്ങനെ പോകുമ്പോൾ AICC ഓഫീസിലെത്തി. അപ്പോൾ അവിടെ ഒരു നോർത്ത് ഇന്ത്യക്കാർ, ഞങ്ങൾ കുറച്ച് ചെന്നുകൊണ്ട് നോർത്ത് ഇന്ത്യയിലുള്ള ഒറീസയിലെ മറ്റുള്ള കോൺഗ്രസ് പ്രവർത്തനങ്ങൾ ഇങ്ങോട്ടൊന്ന് പരിചയപ്പെട്ടു. അയാൾക്ക് ഇംഗ്ലീഷ് നല്ല ഹിന്ദിയാണ് പറയുന്നത്.
ഞങ്ങൾ കേരളം എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ആർക്കും നേതാവിനെ അറിയാമോ ഞങ്ങൾ ഇവിടുത്തെ ഹിന്ദി എന്നുള്ള ആൾ ചോദിച്ചപ്പോൾ പറഞ്ഞു 2 പേരെ അറിയാവും, രമേഷ് ജിയും ആന്റണി സാബും. കരുണാകരൻ പോലും ആരും അറിയില്ല. അപ്പൊ അത് രമേശിനെ സംബന്ധിച്ചിടത്തോളം അത്രയും നാഷണൽ ലെവലിൽ വലിയ നേതാവായി മാറിയിരുന്ന ഒരാളാണ് അദ്ദേഹം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അദ്ദേഹം കാണിച്ച ഒരു അബദ്ധമാണ് അദ്ദേഹം ഇവിടെ KPC പ്രസിഡന്റ് ആവാൻ ആ ഡൽഹി രാഷ്ട്രീയം വിട്ട് ഇങ്ങോട്ട് വന്നത്. അതെ, അല്ലെങ്കിൽ ഇപ്പം സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി അല്ലെങ്കിൽ അതിന് മുമ്പ് ക്യാബിനറ്റ് മന്ത്രി ഒക്കെ ആവേണ്ട ആളല്ലേ രമേശ് ചെന്നിത്തല. അതാണ്. അപ്പൊ എന്തായാലും ഈ ഞായറാഴ്ചത്തൊക്കെ വിവരങ്ങൾ അറിയാൻ സാധിക്കും. പക്ഷേ എനിക്ക് സത്യത്തിൽ ഞായറാഴ്ച അറിയുമെന്ന് കോൺഗ്രസിന്റെ കാര്യം ഞായറാഴ്ച എന്നൊക്കെ പറയും. ഏത് ഞായറാഴ്ച? എല്ലാ ആഴ്ചയും ഞായറാഴ്ച. പിണറായി വിജയൻ ഇടാൻ പറഞ്ഞ പന്തലിട്ടായിരുന്നെങ്കിൽ പിന്നെ അതിനകത്തങ്ങ് കയറി സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയാവുമായിരുന്നു. എന്നാലും നമുക്ക് ഇനിയും നമ്മുടെ സമയമില്ല, നമ്മുടെ ഇതിലേക്ക് വരാം. CPM-ന്റെ രാഷ്ട്രീയം, അതായത് അവിടെയും ഉണ്ട് പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയം. നമ്മളെ ചർച്ചകൾ വരുന്നത് ഘടകകക്ഷികൾ, അതായത് ഇപ്പൊ ഘടകകക്ഷി എന്ന് പറയാൻ 2 ഘടകകക്ഷിയെ അവശേഷിക്കുന്നുള്ളൂ. RJDക്ക് ഒരാളും CPIക്ക് 8 പേരും. അതെ. അപ്പൊ ആകെ മൊത്തം കൂടി ഇത്രയും പേരേ ഉള്ളൂ. അതിനിടയ്ക്ക് എത്ര 35 പേരില്ലേ? 35 പേരേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോ ഈ പറഞ്ഞു വരുമ്പോ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് ആക്കരുത് എന്നൊരു ആവശ്യം CPIയുടെ ഭാഗത്ത് അവരുടെ പാർട്ടി ഉൾപാർട്ടി ചർച്ചകളെല്ലാം ഇന്നലെ നടന്ന ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിൽ അത് ശക്തമായ തോതിൽ പിണറായി വിജയൻ ആർക്കേണ്ടതില്ല എന്നുള്ള ഇത് വന്നു. അതിന് ഈ തോൽവിയിലേക്ക് നയിച്ചതിൽ പുള്ളിയുടെ ഡാഷ്മോൻ പ്രയോഗം ഉണ്ട് എന്നുള്ളതാണ്. അതൊരു വീട്ടിൽ പോയി ചോദിടാന്ന് പറഞ്ഞത്. അതെ, അതെല്ലാം ഉണ്ട്. മാത്രമല്ല ഇയാൾ ഏകാധിപതിയായി വന്നു, ഒരു ഉപനേതാവില്ലാതെ. ഒരു ഉപനേതാവ് എന്ന് പറയുമ്പോൾ, കാരണം പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഒരാളില്ല. അദ്ദേഹം തീരുമാനിക്കുന്ന ഒരാൾക്ക് ചാർജ് കൊടുത്തിട്ട് പോകും. VS മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പോലും അപ്പുറത്ത് CPIയിൽ വെളിയത്തെ പോലെ അദ്ദേഹത്തെ പോലുള്ള സീനിയർ ആയിട്ടുള്ള ആൾ അവിടെ ഉണ്ട്. അതെ, അതുകൊണ്ട് ഇവർക്ക് ഒരു വിഷയം ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിച്ച് തീർക്കാന്നുള്ളതേ ഉള്ളൂ. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് പിണറായി വിജയൻ ഇവരാരും അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അതാണ്. അപ്പൊ എന്തായാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. പിണറായി വിജയനും ചെറിയ താല്പര്യം കാണും. കാരണം ഈ പ്രതിപക്ഷ നേതാവിന്റെ ക്യാബിനറ്റ് റാങ്ക് ആണ്. അതിന്റെ ഒരു അനുഭവം ഉണ്ടല്ലോ, ആ സുഖസൗകര്യങ്ങൾ തുടരണം. ഇത്രയും നാളും ക്ലിഫ് ഹൗസിലും അത്രയും വലുതല്ല, ഈ അനുഭവിച്ചു വന്ന പ്രോട്ടോകോൾ. പക്ഷേ ഈ 40 വണ്ടിയൊന്നും കിട്ടത്തില്ല. ആംബുലൻസ് 40 വണ്ടിയും രക്ഷാപ്രവർത്തക സംഘവും ഒന്നും കാണുകയില്ല. അത്യാവശ്യം ഒരു വണ്ടി ഒരു 15 രൂപ കാണും, അത്രയൊക്കെ ഉള്ളൂ. അതില് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നാടുനീളം നടന്ന് പ്രവർത്തിക്കാനുള്ള ആരോഗ്യവും അദ്ദേഹത്തിന് ഇല്ല. പിന്നെ ഇനി ഇപ്പൊ ഹെലികോപ്റ്റർ വേണമെങ്കിൽ സ്വന്തമായിട്ട് പിടിച്ചു പോകേണ്ടി വരും. നിയമസഭയിലാണെങ്കിൽ ഇനി പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അവിടെ 35 പേരുണ്ട്, അപ്പുറത്ത് 102 പേരാണ് നിരന്നിരിക്കുന്നത്. മാത്രമല്ല ഇനി പണ്ടത്തെ പോലെ നിയമസഭ തല്ലിപ്പൊളിക്കാനാണ് ശിവൻകുട്ടി സഖാവ് തോക്ക്. മാത്രമല്ല ഇയാളെ രക്ഷാപ്രവർത്തനം നടത്തി തല്ലുവാൻ തലപൊട്ടിയ ആളൊക്കെ അപ്പുറത്ത് MLA വരാറ്റിരിപ്പാണ്, എടുത്തിട്ട് റെഡിയാക്കും. പിണറായി വിജയൻ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് നല്ല. മാത്രമല്ല നിയമസഭ അടിച്ചു വിളിക്കാനുള്ള അപ്പൂപ്പനുള്ള ഉൾപ്പെടെയുള്ളവരെല്ലാവരും തോറ്റും പോയി. എന്തായാലും CPI കൂടി എതിർ വാക്ക് ഉന്നയിച്ചെന്ന് പറഞ്ഞാൽ CPIയിലെ പിന്നെ പ്രവർത്തകരാണ്, ഉൾപാർട്ടി ചർച്ചകളിലാണ്. അവിടെ ഉന്നയിക്കപ്പെട്ട ഈ പിണറായിക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഈ ബിനോയ് വിശ്വം അവിടെ വന്ന് LDF-ൽ പറയുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഇനി LDF യോഗത്തിന് ജോസ് കെ മാണി വരുമോ? അത് LDF-ല് ഈ കേരള കോൺഗ്രസ് സംസ്ഥാന പാർട്ടി പദവി നഷ്ടപ്പെട്ടല്ലോ. അത് ഇനിയിപ്പോ ഒരു രാജ്യസഭാ അംഗമല്ലേ ഉള്ളൂ. ഈ രാജ്യസഭാ കാലം അത് കഴിഞ്ഞാൽ തീർന്നു, പിന്നെ അത്രേ ഉള്ളൂ. അത് സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. മാത്രമല്ല പിണറായി വിജയനെതിരെ ശക്തമായ നാട്ടുകാരുടെ ഇടയിലുള്ള രോഷം മറനീക്കി വരുന്നു. അതിനൊപ്പം ഉൾപാർട്ടിയിലും പ്രശ്നമായിരിക്കുന്നു. ഇന്നലെ KK ശൈലജ അവരെ പേരാവൂർ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തോൽപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്നെ വലിച്ചിഴച്ച്, എനിക്ക് താല്പര്യമില്ലായിരുന്ന മണ്ഡലത്തിലേക്ക് എന്നെ അവർക്ക് പേരാവൂർ മത്സരിക്കാൻ താല്പര്യമില്ല, അവർക്ക് സീറ്റ് കൊടുക്കാതിരുന്നാ പോരായിരുന്നു. അത് പോരല്ലോ, തോൽപ്പിക്കണമല്ലോ. അവർ രണ്ടിടത്തും വളരെ നടത്തി തോൽപ്പിച്ചു പാർലമെന്റ്. അത് കഴിഞ്ഞ് ഇവിടെ രണ്ടിന്റെ ലക്ഷ്യം ഒന്നായിരുന്നു, മുഖ്യമന്ത്രി കസേരയ്ക്ക് പേടിയുണ്ടായിരുന്നു. അതെ, അത് മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ളവരെല്ലാവരും ഇത് ചെയ്യും. K രാജൻ പാവത്തിന് നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ നാളെ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ആവുക സംശയിച്ചു നേരെ പാർലമെന്റിൽ വണ്ടി കയറ്റിവിട്ട് ഡൽഹിക്ക് പോയി. P ജയരാജനെ നേരെ വളരെ കൊണ്ടുവന്ന് നിർത്തി, മുല്ലപ്പള്ളിക്കെതിരെ നിർത്തി. പുള്ളി തോറ്റു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് തിരിച്ചെന്ന്. ജില്ലാ സെക്രട്ടറി സ്ഥാനം അവിടെ ഇല്ല. MP ജയരാജൻ മത്സരിച്ചിട്ടൊന്നും കസേര അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന KK ശൈലജ അടക്കമുള്ളവർ പിണറായിക്കെതിരെ തിരിഞ്ഞു. യാഥാർത്ഥ്യങ്ങൾ അവർ വിളിച്ചു പറയാൻ തുടങ്ങി. അത് പിന്നെ സെക്രട്ടേറിയറ്റ് പറഞ്ഞു എന്നാണ് പറയുന്നത്. സംസാരിക്കാണോ? കാര്യം ഇന്നിപ്പോ പറയാമല്ലേ, കാര്യം പിണറായി ദുർബലനാണല്ലോ. ഇനി വരണ്ട. MA ബേബി പിടിമുറുക്കി. അതാണ് ഏറ്റവും രസം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ കേരളത്തിലേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും ജനപ്രതിനിധികൾ പോലും ഇല്ല. ഇവിടെ 10-15 പേരുണ്ടല്ലോ. അദ്ദേഹം സ്ഥിരം പണ്ട് പറയായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും പറയുന്നത് ക്യൂബ വിദഗ്ധനാണെന്നാണ്. ക്യൂബയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം വളരെ ക്യൂബ മോഹന്തന്റെ ഒരു പ്രോട്ടോ പതിപ്പായിരുന്നു അദ്ദേഹം. ക്യൂബയാണ്
പക്ഷെ ഇപ്പൊ ക്യൂബയിലെ അവസ്ഥ നമ്മൾ കാണുന്നതാണ്. വേസ്റ്റ് എടുക്കാൻ അവിടെ ആളില്ല. ക്യൂബയിലെ ഹവാന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇവിടെ ഇപ്പോഴും ക്യൂബ എന്ന് വിളിച്ചാൽ നമ്മുടെ സിനിമയിലെ ക്യൂബ 3 നടക്കുമ്പോൾ ആൾ നടക്കാൻ അവിടുത്തെ ആളുകൾ വേറെ വല്ല രാജ്യത്ത് ബംഗാളികളിലൂടെ വരുന്നത് പോലെ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ വല്ല വകുപ്പ് ഉണ്ടെന്ന് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും പിണറായിക്കെതിരെ സംഘടിതമായ ആക്രമണം വരികയാണ്, പിണറായിക്കും ഗോവിന്ദനുമെതിരെ. കാരണം ഇവർ രണ്ടുപേര് ചേർന്ന് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു. പിണറായി വിജയൻ എന്ന ഒരു വ്യക്തി കാരണമാണ് ഈ ഭരണം നഷ്ടമായത്. അത് അണിയറ പ്രവർത്തകരും അണികളും എല്ലാവരും തിരിച്ചറിയുന്നു. ഇവരെല്ലാവരും പാർട്ടിയെ മറന്ന് സ്വന്തം കുടുംബത്തിന്റെ കാര്യം മാത്രം നോക്കി എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി പ്രവർത്തകർ. അല്ല, അവരിപ്പോ ആലോചിച്ച് നോക്കിയാൽ ടി.ഐ. മധുസൂദനെ പോലെ ഇത്രയും വലിയ ഒരു ആരോപണം നേടുന്ന ആളെ ഒന്ന് മാറ്റി നിർത്തിയാൽ എത്ര സീറ്റ് കിട്ടുമായിരുന്നു? നിസ്സാര ആരോപണം പണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് സത്യം പോലും അല്ലാതെ പിന്നീട് തെളിഞ്ഞ സംഭവങ്ങളിൽ പോലെ. അതുപോലെ ഈ ജി സുധാകരൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ഒരു ചെവി കൊടുത്തിരുന്നെങ്കിൽ. പിണറായി വിജയൻ സമകാലീനായ മനുഷ്യനാണ്. ആ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നാണ് അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ തന്നെ. എന്നിട്ട് പോലും അദ്ദേഹത്തെ എത്ര നികൃഷ്ടമായ അദ്ദേഹം പറയുന്നതിന് ചെവി കൊടുക്കാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് സത്യസന്ധനാണല്ലോ. സത്യസന്ധനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ CPM-ന്റെ സമുന്നതനായ നേതാവായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് 2-3 കൊള്ളക്കാരന്മാരായിട്ടെങ്കിലും അടുത്ത ബന്ധം വേണം. ഈ കച്ചവടക്കാരന്മാർ, പ്രവാസി വ്യവസായികൾ, അതുപോലെ ഈ എന്താണ് ടേൻറ്റഡ് ഇമേജുള്ള മോശം പശ്ചാത്തലമുള്ള ആളുകൾ, ഇവരെയൊക്കെ ഒരു സംഘത്തിൽ നിങ്ങൾ അംഗമാണെങ്കിൽ മാത്രമേ നിങ്ങളെ ഇപ്പൊ CPM അംഗീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പിണറായി അംഗീകരിക്കുകയുള്ളൂ. അതല്ല ഞാൻ ആദർശ സത്യസന്ധനാണെന്ന് ഇറങ്ങി പാടാന്ന് പറയും. അതാണ് കാര്യം. അപ്പം ശക്തമായൊരു കണ്ണൂരിലെ ആ തിരിച്ചടിയിൽ ഇവർ ഞെട്ടി പകച്ചു നിൽക്കുകയാണ്. അതിനിടയിലാണ് ടി.K. ഗോവിന്ദൻ ഭാര്യ രമണിയും കൂടി ഇന്നലെ കോടിയേരിയുടെ വീട്ടിൽ. അപ്പൊ അതിന്റെ പേരിൽ കോടിയേരിയുടെ കുടുംബത്തിനെതിരെ CPM ആക്രമണം ഒഴിച്ചുവിടുകയാണ്, സൈബർ ആക്രമണം ഒഴിച്ചുവിടുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ വളരെ മോശമായ രീതിയിൽ നിരന്തരമായ ആക്രമണം നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. വിനോദിനി ബാലകൃഷ്ണൻ, കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ, അവർ ഇന്നലെ വളരെ ഹാർദമായിട്ടാണ് സ്വീകരിക്കുന്ന അവരെ ആ ഒരു ബോഡി ലാംഗ്വേജ്, അവരുടെ ആ ലൈവ് ആണ് ചാനലുകളിൽ. അതിനകത്ത് നമുക്ക് ആ വിനോദിനിക്ക് എന്ത് സന്തോഷത്തോടെയാണ് അവരെ സ്വീകരിക്കുന്നത്. അല്ല, നമ്മുടെ വീട്ടിൽ കയറി വരുന്ന ആരായിരുന്നു, നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും അവനെ ഇറക്കി വിടരുതെന്നാണ്. അല്ല, CPM-ൽ അങ്ങനല്ല. CPM-ൽ അവൻ കുലംകുത്തിയാണ്, വർഗവഞ്ചകനാണ്, അവൻ കൊല്ലപ്പെടേണ്ടവനാണ്. അങ്ങനെയാണല്ലോ TPA വെട്ടിക്കൊന്നത്. അവര് കലിപ്പ് തീർത്താൽ 51 വെട്ട്, എന്തൊരു വെട്ട. ആ ഓരോ വെട്ടിലും ഈ പിണറായി വിജയന്റെ കലിപ്പുകളാണ് അവർ തീർത്തു. 51 വെട്ട്. അതെ, അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, കഴിഞ്ഞ ദിവസം നമ്മളെ ചർച്ചയിൽ ഞാൻ പറയുകയും ചെയ്തിരുന്നു. MP രാഘവൻ പാർട്ടിയിൽ നിന്ന് പിണങ്ങി പോകുന്ന സമയത്ത് പ്രശ്നമായി നിൽക്കുമ്പോൾ VS-നെ കാണാൻ വിളിപ്പിച്ചു. VS പാർട്ടി സെക്രട്ടറി ആണല്ലോ. വിളിച്ച് രണ്ടുപേരും സംസാരിക്കാം, എന്താ വിഷയങ്ങൾ സംസാരിക്കാൻ ചായ കൊണ്ടുവച്ചു രണ്ടുപേർക്കും. VS ചായ കുടിക്കുന്നു, MPR ചായ കുടിക്കുന്നില്ല. അപ്പം VS പറഞ്ഞു ചായ കുടിയെന്ന് പറഞ്ഞു. ചായ കുടിക്കാതിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ കുടിക്കില്ല എന്ന് MPR പറഞ്ഞത്. അതിന് ആത്മതയിലുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിതിൽ വിഷം ചേർത്തിട്ടില്ല എന്ന് എനിക്ക് അങ്ങനെ ഉറപ്പാക്കാൻ പറ്റും. തമാശനാണ് പറഞ്ഞെങ്കിൽ അതൊരു കാര്യമാണ്. നമ്മളൊന്ന് ഓർത്തോണം, കോടിയേരി ബാലകൃഷ്ണനെ പോലെ CPM-ന്റെ സമുന്നത നേതാക്കളിൽ ഒരാളായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ ആ പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ അനുഭവിച്ചൊരു മനുഷ്യൻ. ഈ പാർട്ടിയുടെ ഇവിടുത്തെ അറിയപ്പെടുന്ന CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരുന്നയാളാണ്. ഈ നമ്മുടെ പിണറായി തള്ളും പോലെയല്ല, ശരിക്കും കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു കണ്ണൂർ പോലീസ് സ്റ്റേഷനാണ് അടിയന്തരാവസ്ഥക്കാലത്ത് അതിഭീകരമായ പോലീസ് മർദ്ദനത്തിന് ഇരയായ ഒരാളാണ് അദ്ദേഹം. ഒപ്പം എനിക്ക് തോന്നുന്നു അന്ന് ജി സുധാകരൻ ഉണ്ടായിരുന്നു തോന്നുന്നു. ഒപ്പം തിരുവനന്തപുരത്ത് അന്ന് വരെ തിരുവനന്തപുരത്തെ SFI നേതാക്കളായിരുന്ന സമയത്ത് അതിഭീകരമായി അവരെ മർദ്ദിച്ചിരുന്നു. അപ്പോൾ ശരിക്കും തല്ലോ കൊണ്ട് അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതമായിരിക്കും അവർക്കെല്ലാം രോഗബാധയൊക്കെ നേരത്തെ ഉണ്ടായത്. പക്ഷെ അങ്ങനെ സൗമ്യനായ CPM-ന്റെ ഏറ്റവും നല്ല സൗമ്യമുഖങ്ങളിൽ ഒരാളായിരുന്ന മനുഷ്യന്റെ കുടുംബത്തെ പോലും വീട്ടിൽ കയറി വന്നെ ഇറങ്ങിപ്പോടാന്ന്. അല്ല, അതായത് അദ്ദേഹം കോടിയേരിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ടി.K. ഗോവിന്ദൻ വന്നത്. കോടിയേരിയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വേണ്ടത്. അപ്പം ആ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു വരുന്ന ഒരാളോട് എനിക്ക് വീട്ടിൽ കയറരുതെന്ന് പറയാൻ ഞാൻ ആരെയും അടിമയല്ലെന്നാണ്. അതെ, മാത്രമല്ല കോടിയേരിയുടെ ശവകുടീരത്തിൽ അവര് അർപ്പിച്ചു, ഇതെല്ലാം ചെയ്തു. പിന്നെ അവിടെ വന്നപ്പം അവര് കരയുകയാണ്, നമ്മളത് കണ്ടു. അതിന് തലേന്നും നമ്മൾ കണ്ടു രമണി കരയുകയാണ്. ടി.K. ഗോവിന്ദന്റെ ഭാര്യ രമണി കരയുന്നു. കാരണം അവരെന്താണ് ചെയ്തത്? ശരിക്കും ടി.K. ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ജി സുധാകരനും ഒക്കെ എന്താ ചെയ്തത്? അവർ ഈ പാർട്ടിയുടെ മൂല്യച്യുതി അല്ലെങ്കിൽ പാർട്ടിയുടെ നയവ്യതിയാനം ചൂണ്ടിക്കാണിച്ച ആൾക്കാരാണ്, അല്ലേ? അല്ല, ഒരു വിഷയമുള്ളതാണെന്ന് വെച്ചാൽ ഈ കോടിയേരിയുടെ വീട്ടിൽ വന്ന സാധാരണക്കാരായ ടി.K. ഗോവിന്ദനും ഭാര്യയൊക്കെയാണ്. അതേസമയം ഈ നേതാക്കന്മാർക്ക് വീടുകളിൽ വരുന്ന പ്രവാസി വ്യവസായികളാണ്. കോട്ടും സൂട്ടും ഒക്കെ ധരിച്ച് ബെൻസ് കാറിലും BMW ഒക്കെ വരുന്ന, അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ കൊച്ചന്മാരൊക്കെ വരുമ്പോൾ അവർ രണ്ടേയും നീട്ടി സ്വീകരിക്കുക, കൊണ്ടുവന്നിരുത്തുക, ഇവർക്ക് എന്താണ് കൊടുക്കേണ്ടത് നേരത്തെ അന്വേഷിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തയ്യാറാക്കി. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ കമ്മ്യൂണിസ്റ്റ് ഭാര്യമാരുടെ കുടുംബങ്ങളുടെ രീതി. അതിന് വ്യത്യസ്തമായി കോടിയേരിയുടെ ഭാര്യ അവരെ സ്വീകരിച്ചു എന്നുള്ളത് നല്ലതായിരുന്നു. സാധാരണക്കാരനല്ല വന്നത്. അല്ല, സാധാരണക്കാർ വർഗ്ഗവഞ്ചവരും കുലംകുത്തികളും ചർച്ചകളും ഒക്കെ ആകുന്ന കമ്മ്യൂണിസ്റ്റ് ഭാഷയാണുള്ളത്. എന്നാൽ ഇതുപോലുള്ള വലിയ വലിയ ഭൂഷ്വാസികള് കുത്തക മുതലാളിമാർ, പിന്നെ സിനിമയില് ശ്രീനിവാസൻ പറയത്തില്ലേ, അച്ഛനോ ഞാൻ കരുതി ഏതോ കുത്തക മുതലാളിയായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ കുത്തക മുതലാളിമാരുടെ എല്ലാം കൂട്ടുകെട്ട്, പിന്നെ ഹാരിസ് അബൂബക്കറിനെയും സാന്റിയാഗോ മാർട്ടിനെയും പോലെയുള്ള
ചാക്ക് രാധാകൃഷ്ണൻ പോലെയുള്ളവരുടെയൊക്കെ സംഭാവനകൾ കൂമ്പാരമാകുന്ന ഒരു പാർട്ടി, എന്നിട്ട് തൊഴിലാളി പ്രേമം പ്രസംഗിക്കുകയാണ്. ബെർലിൻ കുഞ്ഞൻ ആത്മഹത്യ മകളെ പഠിക്കാൻ വിട്ട കഥ പറയും. അപ്പം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയെ എങ്ങനെയൊക്കെ നശിപ്പിക്കാവോ അതേ രീതിയിൽ എല്ലാം നശിപ്പിച്ചതിന് ശേഷം ഇപ്പോഴും പിണറായി വിജയന്റെ സ്തുതികൾ കൊണ്ട് എന്താ പറയുന്നത്, ഈ അമേദ്യത്തിന്റെ മണം പേറിക്കൊണ്ട് നടക്കുക. അത് ആരോ പ്രയോഗിച്ചത്. കുറെ അന്തം കമ്മിയുള്ള ഒരു രക്ഷയില്ല, ഇപ്പോഴും അവർ പ്രതികരിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല. നമ്മുടെ നാട്ടിലെ എന്താണ് അറിവുള്ള ജനം, ഇവര് ഞങ്ങൾ അടിമകളെന്ന് കരുതിയിരുന്നവർ ഞങ്ങൾ അടിമച്ചങ്ങനെ പൊട്ടിച്ചു. അവർ ഞങ്ങൾ അടിമകളെന്നല്ല, ഞങ്ങൾ സ്വന്തം അഭിപ്രായമുള്ളവരാണെന്ന് അവർ ബാലറ്റിലൂടെ. എന്നിട്ട് നാണമില്ലാതെ ഇവർ വോട്ട് കച്ചവടത്തിന്റെ കഥ പറയുകയാണ്. ശരിക്കും സംഭവിച്ചത് എന്താ ഇവിടെ? ഇടതും വലതും പക്ഷത്തുള്ളവർ രണ്ടും കൽപ്പിച്ച് ഇത്തവണ വേറെ ഒരാൾ ജയിക്കണം എന്ന് കരുതി വോട്ട് ചെയ്തു. അത് തന്നെയാണ് അതിൽ 3 BJP-ക്കാർക്കും കിട്ടി. സന്ദേശ സിനിമയിൽ മറ്റേ ബോബി കൊട്ടാരക്കരയുടെ കഥാപാത്രം പറയും, നിഷ്പക്ഷന്മാരെന്ന് പറഞ്ഞ് കുറെ എണ്ണുണ്ട്, അവന്മാരാണ് പണി പറ്റിച്ചത്. അത് തന്നെ സംഭവിച്ചിട്ടുള്ളത്. അല്ല, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തേന്ന്, ഏറെയും വാഗ്ദാനങ്ങളായിരുന്നല്ലോ സഖാവെ എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന അടിസ്ഥാന വികസനവും തങ്ങൾ തള്ളിമറിക്കുക. എടാ, നിങ്ങൾ ഈ ഫ്ലക്സ് വെച്ച കാശിന് എത്ര പേര് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാമായിരുന്നു. ഇതെല്ലാം ചെയ്ത് ഒരു വഴിക്കൂടെ കുഴപ്പത്തിലായി പോയി എന്നുള്ളതാണ് സത്യം. എന്തായാലും നമ്മുടെ ഇന്നത്തെ സമയം അവസാനിക്കാൻ കേരള രാഷ്ട്രീയത്തിലെ വളരെ നിർണായകമായ ദിവസങ്ങളാണ് നമ്മളിപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2 ഇലക്ഷൻ കഴിഞ്ഞതിന്റെ ഒരു സമയമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവാകാനും മുഖ്യമന്ത്രി ആകാനുള്ള അടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ന്യൂസ് സ്റ്റോക്ക് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.